തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നില ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ. റിവർ സഫാരിക്കായി കയാക്കിംഗ്, ബോട്ടിംഗ്, വഞ്ചി സഫാരി, സ്വാൻ പെഡൽ സർവീസുകൾ. രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം. വിനോദത്തിനായി കിഡ്സ് പാർക്ക്, പ്ലേ ഗ്രൗണ്ട്, ഹോഴ്സ് റൈഡിംഗ്, വാട്ടർ പൂൾ. നില ബോട്ട് ക്ലബ്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് മുൻ വാർഡ് മെമ്പറുടെ ബ്ലേഡ് മാഫിയ, കുടുംബം ആത്മഹത്യാ വക്കീൽ. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ മുൻ BJP വാർഡ് മെമ്പറായ KP സാവിത്രിയുടെ കയ്യിൽ നിന്നും പുത്തൻ വീട്ടിൽ ലത കുറച്ചു വർഷങ്ങൾക്ക് മുൻപായിരുന്നു 3 ലക്ഷം രൂപ കടമെടുത്തത്. പലിശ സഹിതം 8 ലക്ഷം രൂപ തിരിച്ചടച്ചിട്ടും വീണ്ടും കുടുംബത്തെ നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയും പൊതുമധ്യത്തിൽ പണത്തിന്റെ പേരിൽ അപമാനിക്കുകയുമാണ്. കൂടാതെ വ്യാജമായ കയ്യൊപ്പിൽ ലതയുടെ സ്ഥലം കൈക്കലാക്കാനുള്ള ഗൂഢതന്ത്രം മെനയുകയുമാണ് മുൻ വാർഡ് മെമ്പർ സാവിത്രി എന്ന് ലതയുടെ കുടുംബം ആരോപിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ BJP മെമ്പറായ KP സാവിത്രി ചേച്ചിയുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കടം വാങ്ങേണ്ടി വന്നു, വായ്പയായിട്ട് വാങ്ങേണ്ടി വന്നു. അതിൻ്റെ പലിശയും സഹിതം ആൾക്ക് 3 ലക്ഷം രൂപ വാങ്ങേണ്ടി വന്നു. അതിന് 8 ലക്ഷം രൂപയുടെ അടുത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. കാരണം ആൾ എന്നിട്ട് അതിലും അമിത പലിശ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ള നിവൃത്തിയില്ല. അതിൻ്റെ പേരിൽ എൻ്റെ ഭർത്താവിൻ്റെ പേരിലാണ് വീട് സ്ഥലവും. അത് വ്യാജരേഖയുണ്ടാക്കി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. നമ്മുടെ സാവിത്രി KP സാവിത്രി BJP പ്രവർത്തകയാണ്. അതുപോലെ ഞാനും ഒരു BJP പ്രവർത്തക തന്നെയാണ്. ഇതിൻ്റെ പേരിൽ നമ്മൾ BJP ജില്ലാ പ്രസിഡൻറ്റ് അവിടെ നമ്മൾ പരാതി കൊടുത്തു. മണ്ഡലം പ്രസിഡൻറ്റ് അവിടെയും നമ്മൾ കൊണ്ടുപോയി കൊടുത്തു. പക്ഷെ അതിന് ഒരു നടപടിയും നമുക്കുണ്ടായില്ല. നമ്മൾ ഇതിനെ തുടർന്ന് നമ്മുടെ BJPയുടെ ജില്ലാ നേതൃത്വത്തിൽ പരാതി നൽകി. അതിനെ കുറിച്ചൊരു നടപടിയും നമുക്കുണ്ടായില്ല. ഞങ്ങളപ്പോൾ KP സാവിത്രി നമ്മളെ മെമ്പറായി നിൽക്കുന്ന സമയത്ത് ഒരുപാട് അഴിമതികൾ നടത്തിയിരുന്നു. അതായത് ലൈഫിൽ വീട് കൊടുത്ത വ്യക്തിയുടെ നിന്ന് 10,000 രൂപ, 5,000 രൂപ, ഒരു ഒപ്പ് മേടിച്ച ആളുടെ നിന്ന് 500 മേടിക്കും. ഒരു PMAയുടെ വീടിൻ്റെ ഫോം കൊടുത്താൽ അതിന് 500, ഒരു കിസാൻ പദ്ധതിയുടെ ഫോം പഞ്ചായത്തിൽ നേരിട്ട് എത്തിക്കണമെങ്കിൽ അതിന് 500. അങ്ങനെ ഒരുപാട് നമ്മുടെ നിലവിൽ ഈ സ്ഥലത്തിന്റെ ആധാരം 10 ലക്ഷം രൂപയ്ക്ക് കേരള ബാങ്കിൽ 2020 മുതൽ പണയത്തിലാണ്. ഇപ്പോൾ 9,19,000 രൂപയാണ് ഇതിലുള്ള ലോൺ തുക. നിലവിൽ പണം തിരിച്ചടയ്ക്കാത്ത പക്ഷം ബാങ്ക് ജപ്തി ചെയ്യുമെന്ന താക്കീതിലാണ് ഈ സ്ഥലമുള്ളത്. ഇതിനിടെയാണ് വാർഡ് മെമ്പറായ KP സാവിത്രി ഈ സ്ഥലം തട്ടിയെടുക്കുന്നതിനുള്ള ഗൂഢതന്ത്രം മെനയുന്നതെന്ന് കുടുംബം ആരോപിക്കുന്നു. നമ്മൾ ഇത് ഒരുപാട് ബാധ്യതകളും ആൾക്ക് ഇൻട്രസ്റ്റ് കൊടുത്ത് നമ്മൾ ഒരു വലിയൊരു ബാധ്യതയിലേക്ക് ആയപ്പോൾ നമ്മൾ ഹൗസിംഗ് ലോണും കറക്റ്റായിട്ട് അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് അവസാനം വീട് എന്തെങ്കിലും കുട്ടികളുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയപ്പോൾ വീട് എന്തെങ്കിലും കൊടുത്ത് നമുക്ക് എവിടെയെങ്കിലും കുട്ടികളുടെ കടങ്ങൾ വീട്ടാൽ കുട്ടികളെ പഠിപ്പിക്കുക, എവിടെയെങ്കിലും സ്ഥലം വാങ്ങാമെന്നൊരു ഉദ്ദേശത്തിലായിരുന്നു. അപ്പോഴാണ് ആളിങ്ങനെ ഒരു വ്യാജരേഖ ഉണ്ടാക്കി ഇത് ചെയ്തത്. നമ്മളാകെ 10 ലക്ഷം രൂപ ലോൺ എടുത്ത് 2020 ലോൺ എടുത്തത്. അതിപ്പോൾ 9 ലക്ഷം ഇനിയും അടയ്ക്കാണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. 60 ദിവസത്തിനുള്ളിൽ ഇത് നമ്മൾ ക്ലോസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 9 ലക്ഷം നമുക്ക് എന്ത് ചെയ്യണം നമുക്കറിയില്ല. നമ്മുടെ മുന്നിൽ ഒരു വഴിയില്ല ഈ 9 ലക്ഷമൊക്കെ കൊണ്ട് അടയ്ക്കാൻ. എന്തെങ്കിലും ചെയ്ത് വീട് കൊടുത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ സാവിത്രി ഇങ്ങനെ ഒരു ചതിയും ചെയ്തു. നമ്മുടെ കൂടപ്പുറപ്പ് പോലെ 5 വർഷം നമ്മുടെ കൂടെ മെമ്പറായി നിൽക്കുമ്പോൾ 5 വർഷം നമ്മുടെ വീട്ടിൽ സ്വന്തം കൂടപ്പുറപ്പ് പോലെ ഉണ്ടും ഉറങ്ങിയും പോയ വ്യക്തിയാണ്. പക്ഷെ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. വലിയൊരു ചതിയായി പോയത്. ഇതിനെ തുടർന്ന് BJP നേതൃത്വത്തിന് പരാതി നൽകിയെങ്കിലും അനുകൂലമായ നിലപാടുകളോ മറ്റോ BJP അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നും ഇത് കടുത്ത മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും ലത പറഞ്ഞു. വാർഡിൽ അഴിമതികൾ നടത്തിയിരുന്നു. അപ്പം നമ്മളിത് ജില്ലാ പ്രസിഡൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു രേഖാമൂലം എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. നമ്മൾ രേഖാമൂലം എഴുതി കൊണ്ടുപോയി കൊടുത്തിട്ടും അവിടെ നിന്ന് ഒരു നടപടി നമുക്ക് ഉണ്ടായില്ല. പിന്നെ നമ്മുടെ ആകെയുള്ള നമ്മുടെ ഒരു കിടപ്പിടാണ് നമ്മുടെ ഈ വീട് സ്ഥലവും. അത് ആളിങ്ങനെ വ്യാജരേഖ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഭർത്താവ് എവിടെയും ഒരു മുദ്ര പേപ്പറിലോ ഒരു വെള്ള പേപ്പറിലോ സൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു വ്യാജരേഖ ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്താണെന്ന് പറയുക. അപ്പോൾ നമ്മൾ ആത്മഹത്യയുടെ വക്കിലാണ് ഞങ്ങളുടെ കുടുംബം നിൽക്കുന്നത്. ഞങ്ങൾ 2 കുട്ടികളും ഞങ്ങൾ ഭാര്യയും ഭർത്താവും വയസ്സായ ഒരു അമ്മ അടങ്ങുന്ന കുടുംബമാണ്. ആൾക്ക് ഈ പലിശ കൊടുത്ത് നമുക്ക് ഹൗസിംഗ് ലോണിൻ്റെ അടവ് പോലും കറക്റ്റായിട്ട് അടയ്ക്കാൻ പറ്റിയിരുന്നില്ല. അതും ഇപ്പോൾ നമ്മൾ ജപ്തി നടപടിയിലാണ് നിൽക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയില്ല. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലും തൃശൂർ കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ട്.
ആത്മഹത്യയുടെ വക്കിലാണ് തങ്ങളെന്നും കുടുംബം പറയുന്നു. നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരിട്ട് പോലീസ് സൂപ്രണ്ടിന് തൃശ്ശൂർ നമ്മൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അതും അവിടെ കൊടുക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടെ നമ്മുടെ മണ്ഡലം പ്രസിഡൻറ്റിൻ്റെ ഓഫീസിൽ പരാതിയായിട്ട് ചെന്നു. അവിടെ ചെന്നപ്പം മണ്ഡലം പ്രസിഡൻറ്റ് അപ്പം പറഞ്ഞു, നമുക്ക് അങ്ങനെ പലിശയ്ക്ക് പണം കൊടുക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് ചെറുതുരുത്തി സ്റ്റേഷനിൽ പരാതി കൊടുക്കാം. CI സ്ഥലത്തില്ല. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ CI വരും, എന്നിട്ട് നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞു, 2 ആഴ്ചയും കഴിഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് നമുക്കൊരു തീരുമാനം ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ നേരിട്ട് തൃശ്ശൂർ പോലീസ് സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ നേരിട്ട് കൊണ്ടുപോയിട്ട് പരാതി കൊടുത്തു. അമിതമായ കൊള്ളപ്പലിശ ഈടാക്കി സമീപ പ്രദേശങ്ങളിലെ നിരവധി ആളുകൾക്ക് പണം പലിശയ്ക്ക് കൊടുക്കുന്ന രീതിയാണ് മുൻ വാർഡ് മെമ്പറായ സാവിത്രിക്കുള്ളതെന്നും ഇതിനെതിരെ ആരും തന്നെ ചോദ്യം ചെയ്യുന്നില്ല എന്നും കുടുംബം ആരോപിക്കുന്നു. അതെ, തീർച്ചയായും. കാരണം നമുക്ക് മാത്രമല്ല, നമുക്ക് ഈ ഒരു അനുഭവം, അങ്ങനെ പലർക്കും ഇവിടെ അനുഭവങ്ങളുണ്ട്. പക്ഷെ ആരും ഇവർ രാഷ്ട്രീയ പിടിപാടുള്ളത് കൊണ്ട് ആരും പുറത്ത് പറയാനോ രംഗത്ത് വരാനോ ആരും ഇറങ്ങിത്തിരിക്കണില്ല. അതാണ് സത്യം. ഒരുപാട് എനിക്ക് എൻ്റെ കുടുംബത്തിനും വന്ന ഈ അവസ്ഥ ഇനി വേറൊരു കുടുംബത്തിനും വരരുത്. അതുപോലെ ഇവിടെ പല കുടുംബങ്ങളും ഈ ഒരു അവസ്ഥയിലായി നിൽക്കേണ്ട ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും. പക്ഷേ അത് എനിക്ക് വന്ന അവസ്ഥ ഇനി ഒരു കുടുംബത്തിന് ഉണ്ടാവരുത്. കാരണം അവരെ അങ്ങനെ ഒരു രീതിയിലാണ് പലിശയ്ക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെട്ട് ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടുത്തണമെന്നും ഇല്ലാത്ത പക്ഷം ജീവിക്കാനായി യാതൊരു മാർഗവുമില്ല എന്നും ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടിലാണ് എന്നും ലത പറഞ്ഞു. അമിതമായ പലിശ തന്നെയാണ്. നീ മരിച്ചാലും വേണ്ടില്ല, നീ എന്ത് ചെയ്താലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ പൈസ കിട്ടണം, എൻ്റെ പലിശ കിട്ടണം, ഇത്ര കിട്ടണം, അങ്ങനെ ഒരു തരം പിടിവാശിയാണ്. ഒരു മനുഷ്യത്വം പറഞ്ഞിട്ട് ആൾക്കില്ല. വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്താറുണ്ട്. പിന്നെ നമ്മുടെ സുഖമില്ലാത്ത അച്ഛനായിരുന്നു, അറ്റാക്കിൻ്റെ പ്രോബ്ലം ഉള്ള ആളായിരുന്നു. ആള് പുറത്ത് വെച്ച് റോട്ടിൽ വെച്ച് കണ്ടപ്പോൾ ആളോട് പോലും ഇങ്ങനെ പൈസയുടെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അതിൻ്റെ പേരിൽ ആൾ 6 മാസമായി മരണപ്പെട്ടിട്ട് ആ വേദനയിൽ അങ്ങനെ എന്താ പറയുക, കണ്ണിച്ചോരില്ലാത്ത പ്രവൃത്തിയാണ് ആളുടെ ഭാഗത്തുനിന്ന്. നമ്മൾ കേസും കൂട്ടത്തിന് പോകണം, നമുക്ക് ഒരു ആഗ്രഹവും ഇല്ല, നമുക്കതിന് നടക്കാനുള്ള പൈസയും ഇല്ല, ടൈമും ഇല്ല. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നീതി ലഭിക്കണം. ഞങ്ങളുടെ വീടും സ്ഥലവും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. ഇവിടെ നമ്മുടെ വാർഡിലെന്ന് വെച്ചാൽ നമുക്ക് സപ്പോർട്ട് ഉണ്ടില്ല എന്നൊരിക്കലും പറയുന്നില്ല. കാരണം അവർക്കറിയാം നമ്മളെന്താണ്, KP സാവിത്രി എന്താണെന്നുള്ളത്. കഴിഞ്ഞ നമ്മുടെ ഇലക്ഷന് സ്ഥാനാർത്ഥിയായി നിന്ന സ്ഥാനാർത്ഥിയുടെ വീട് കയറാൻ പോയപ്പോൾ പല വീട്ടിൽ നിന്നും മോശമായ അഭിപ്രായമാണ് ഉണ്ടായത്. കാരണം നമ്മുടെ കഴിഞ്ഞ സ്ഥാനാർത്ഥി തോൽക്കാൻ തന്നെ കാരണം ഈ KP സാവിത്രി കാരനാണ്. അത് ഒരേ സ്വരത്തിൽ എല്ലാവരും പറയും, അതിനൊരു സംശയമില്ല. നമ്മുടെ വാർഡിലേക്ക് സാവിത്രിക്ക് ഇങ്ങോട്ട് കയറാൻ തന്നെ പറ്റില്ല. അത്രയും മോശപ്പെട്ട പ്രവൃത്തികളാണ് സാവിത്രി ചെയ്തിരിക്കുന്നത്. അതിനൊരു തർക്കവും ഇല്ല. CCV ന്യൂസ്, ചേലക്കര.